രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അല്പ മണിക്കൂറുകൾക്ക് മുമ്പാണ് പാലക്കാട് KPM ഹോട്ടലിലെ 2002 റൂമിൽ നിന്ന് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലെ ഇപ്പോൾ പത്തനംതിട്ട AR ക്യാമ്പിൽ ചോദ്യം ചെയ്യുകയാണ്. മൂന്നാമതൊരു പരാതിയിലാണ് ഈ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം, ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മേധാവി G. പൂങ്കുഴലി ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ കേസുകളിലും എല്ലാ പരാതികളിലും പറയുന്നത് പോലെ തന്നെ രാഹുലിന്റെ ആദ്യ മൊഴി വന്നിരിക്കുന്നത് ഇത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം ആണെന്നാണ്. പക്ഷേ ഈ ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണെങ്കിലും താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു, തന്നിൽ നിന്ന് സാമ്പത്തിക ചൂഷണം ഉണ്ടായിരിക്കുന്നു എന്ന പരാതിക്കാരിക്ക് ഉണ്ട്. ആ പരാതി കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രിക്ക് നൽകുന്നു. മുഖ്യമന്ത്രി ആ പരാതി DGPക്ക് കൈമാറുന്നു. അതിനുശേഷം പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാരിയിൽ നിന്ന് മൊഴിയെടുക്കുന്നു, FIR ഇടുന്നു. ഇതിന് വേണ്ട കൃത്യമായ തെളിവുകൾ പരാതിക്കാരി കൈമാറുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനോ അദ്ദേഹത്തോടൊപ്പമുള്ള ആർക്കും തന്നെ ഇത്തരത്തിൽ മൂന്നാമതൊരു പരാതി ഉണ്ട് എന്ന് അറിയാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പരാതിയിൽ കൃത്യമായ നടപടികൾ എടുക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അറസ്റ്റ് നീക്കം അന്വേഷണ സംഘത്തിന് വളരെ കാര്യക്ഷമമായി ചെയ്യാൻ സാധിച്ചത്. ഇതിൽ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ പത്തനംതിട്ടയിൽ ആ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും അടുത്ത നടപടികളിലേക്ക് പോകുന്നത്. മൂന്നാമത്തെ പരാതി ഗൗരവമുള്ളതാകുന്നു. ഒന്നാമത് വിവാഹ വാഗ്ദാനം നൽകുന്നു, അതിനുശേഷം നിർബന്ധിത ഗർഭഛിദ്രം, ആ ഗർഭഛിദ്രം നടത്തിയെന്നുള്ളതിനുള്ള മെഡിക്കൽ രേഖകൾ പരാതിക്കാരി കൈമാറിയിട്ടുണ്ട്. DNA പരിശോധന നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിസമ്മതിച്ചുവെന്ന രേഖകൾ കൈമാറിയിട്ടുണ്ട്, സാമ്പിളുകൾ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി യാതൊരു അറിവും ഇല്ലാതിരുന്ന ഒരു കേസിലാണ് ഇപ്പോൾ, അതായത് ഇത്തരത്തിലൊരു കേസുണ്ട് എന്ന ധാരണ പോലും ഇല്ലാതിരുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകുന്നത്. വിഷ്ണു സുരേഷ് ഉണ്ട് പത്തനംതിട്ടയിലെ AR ക്യാമ്പിൽ നിന്ന്. വിഷ്ണു, ഈ പത്തനംതിട്ടയിലെ AR ക്യാമ്പിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് G. പൂങ്കുഴലി അവിടെ എത്തുന്നത്. ഇനിയുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കും? ഇനി ചോദ്യം ചെയ്യൽ, അതായത് പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്ത ശേഷം 7:30 വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇന്നലെ 12 മണിയോടുകൂടിയാണ് രാഹുലിനെ അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് 5 മണിയോടുകൂടി എത്തിക്കുകയും ചെയ്തു. സ്വാഭാവികമായും വൈദ്യപരിശോധന അനിവാര്യമായ ഒരു ഘട്ടമാണ്. അതുകൊണ്ട് 7:30 പുറത്തേക്ക് ഇറക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. പക്ഷേ ആ ചോദ്യം ചെയ്യൽ, അതായത് പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ കൂടി ചോദ്യം ചെയ്ത ശേഷമായിരിക്കും ബാക്കി നടപടിയിലേക്കൊക്കെ കടക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാഹുൽ ഇതിനോടകം തന്നെ മൊഴി നൽകിയിട്ടുള്ളത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് താനും ഈ പരാതിക്കാരിയും തമ്മിൽ നടന്നിട്ടുള്ളതെന്നാണ്. ഇത് ഒരു പുതിയ കാര്യമല്ല. കാരണം മുൻപ് 2 പരാതികൾ വന്ന ഘട്ടത്തിലും അത് കേസായി രജിസ്റ്റർ ചെയ്ത ഘട്ടത്തിലൊക്കെ രാഹുൽ കോടതിയെ നൽകിയ ജാമ്യ ഹർജിയിൽ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്. ആദ്യ കേസിൽ രാഹുൽ ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കിയത് അവർക്ക് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി താൻ അതിനുവേണ്ടി ഇടപെട്ടതാണ്. പിന്നീട് ഞങ്ങൾ തമ്മിൽ അടുത്തു. അതിനുശേഷം ഒരു ശബ്ദശകലം, ഞങ്ങൾ തമ്മിലുള്ള ശബ്ദശകലം അത് പലയിടങ്ങളിലായി വ്യാപിക്കപ്പെട്ടു. അതിന് പിന്നിൽ താനാണ് എന്ന് കരുതിയത്. അതിന് പിന്നാലെയാണ് ആദ്യ പരാതി വരുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. ഇതിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. തനിക്കെതിരെ നടക്കുന്ന രാഷ്ട്രീയ താല്പര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയവൽക്കരണം, രാഷ്ട്രീയ വേട്ടയൊക്കെയാണ് ഈ പരാതികൾക്ക് പിന്നിൽ എന്ന് രാഹുൽ ആദ്യ ജാമ്യ ഹർജിയിൽ പറയുകയും ആ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി നോട്ട് അറസ്റ്റ് നൽകുകയും ചെയ്തു. അതിന്റെ തീർപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല, അത് നടക്കുകയാണ്. അതിന് പിന്നാലെയാണ് രണ്ടാമത്തെ കേസ് എത്തുന്നത്. രണ്ടാമത്തെ കേസിൽ വിവാഹ വാഗ്ദാനം നൽകിയും ആ പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി. അതിൽ ആ പെൺകുട്ടിയുടെ ഒരുപാടും മുറിവുകൾ, മർദ്ദനമേറ്റ പാടുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു മൊഴിയാണ് അവർ നൽകിയത്. പക്ഷേ ആ കേസിൽ രാഹുലിന് സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് രാഹുലിനെ സംബന്ധിച്ച കൂടുതൽ കരുത്ത് നൽകുന്ന അല്ലെങ്കിൽ കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു നടപടിയായിരുന്നു. അതിന് പിന്നാലെയാണ് രാഹുൽ വീണ്ടും മണ്ഡലത്തിലടക്കം സജീവമാക്കുകയും പിന്നീട് ഈ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായൊക്കെ അതിന്റെ നടപടിയിലേക്കൊക്കെ വരികയും ചെയ്തത്. പക്ഷേ ഈ മൂന്നാമത്തെ പരാതി, അതാണ് ഈ കേസിൽ ഇതിപ്പോൾ ഏറ്റവും നിർണായകമായി ഏറ്റവും വലിയ തിരിച്ചടിയായി രാഹുൽ മാങ്കൂട്ടത്തിന് മാറിയിരിക്കുന്നത്. കാരണം ഈ മൂന്നാമത്തെ പരാതിയെക്കുറിച്ച് ഒരു ധാരണയും രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. അത് പക്ഷേ SITക്ക് ഒഴികെ മറ്റാർക്കും തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. ഈ പരാതി ഒരാഴ്ച മുമ്പ് ലഭിക്കുന്നു. ആ പരാതിയിൽ കൃത്യമായി മൊഴി, നമുക്ക് ചില വിവരങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്, യുവതി ഇപ്പോൾ വിദേശത്താണുള്ളത്. മൊഴിയെടുത്തത് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ്. ഇന്ന് രാത്രിയോടെ തന്നെ യുവതി നാട്ടിലെത്തും. അതിനുശേഷം യുവതിയിൽ നിന്ന് നേരിട്ട് രഹസ്യമൊഴി രേഖപ്പെടുത്തും എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നു. വിഷ്ണു, തുടരാം.
ക്രിസ്റ്റിന, ഈ യുവതി വിദേശത്താണുള്ളത്. വിദേശത്ത് നിന്നാണ് ഈ പരാതി നൽകിയത്. അതിനുശേഷം ഈ പരാതി ലഭിച്ച ഇമെയിലായി പരാതി ലഭിച്ച ശേഷം അതിന്റെ വസ്തുതകൾ പരിശോധിച്ച ശേഷമാണ് യുവതിയുടെ മൊഴി അന്വേഷണ സംഘം വീഡിയോ കോൺഫറൻസ് വഴി രേഖപ്പെടുത്തിയത്. സ്വാഭാവികമായും ഇന്നവർ നാട്ടിലേക്ക് എത്തും. അതിനുശേഷം അവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. ഈ ബലാത്സംഗ കേസുകളിൽ രഹസ്യമൊഴി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 164 പ്രകാരം മജിസ്ട്രേറ്റിന് മുമ്പാകെ നൽകുന്ന മൊഴി അത് കേസിന്റെ മുന്നോട്ട് പോക്കിനെ ഏറെ സ്വാധീനിക്കുന്ന ഒന്നാണ്. ആ പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി 164 രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിക്കുകയും അവർ ഈ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റ് ഒഴിവഴിവുകൾ അല്ലെങ്കിൽ മറ്റ് ഒരു ഇമെയിൽ അയച്ചൊരു പരാതിക്ക് അപ്പുറത്തേക്ക് ബാക്കി അന്വേഷണ സംഘം അന്വേഷിച്ചോട്ടെ എന്ന നിലപാടല്ല സ്വീകരിക്കുന്നത്. തന്റെ പക്കലുള്ള എല്ലാ തെളിവുകളും അവർ നൽകിയിട്ടുണ്ട്. അത് ഈ ഭ്രൂണഹത്യ നടത്തിയതിന്റെ രേഖകൾ, അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകൾ, ശക്തമായ മൊഴി, അതെല്ലാം അവർ നൽകിയിട്ടുണ്ട്. അതിനുശേഷമാണ് അവരിപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്താനായിട്ട് നാട്ടിലേക്ക് എത്തുന്നത്. അതും ഏറെ നിർണായകമായി ഈ കേസിൽ മാറും. ഇന്നിപ്പോൾ രാഹുലിനെ കോടതിയിൽ ഹാജരാക്കും. അതിന് ശേഷം നാളെ ആയിരിക്കും ഒരുപക്ഷെ ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കേസിൽ ഏറ്റവും സാധാരണ ബലാത്സംഗ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയായി ഈ രഹസ്യമൊഴികൾ മാറാറുണ്ട്. അത് ഈ കേസിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ AR ക്യാമ്പിൽ വലിയ പോലീസ് സന്നാഹമുണ്ട്. കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. അല്പസമയം മുമ്പാണ് ഈ അന്വേഷണത്തിന്റെ സംഘത്തലവനായ ജി പൂങ്കുഴലി ഇങ്ങോട്ടേക്ക് എത്തിയത്. അവരുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. അതിനുശേഷം ഒരു 7:30യോടുകൂടി രാഹുലിനെ ഈ AR ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാലക്കാടിന്റെ MLA ഇപ്പോൾ അറസ്റ്റിലാണ്. നേരത്തെ ചില അഭ്യൂഹങ്ങൾ, പരാതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസിന് സാധിച്ചിരുന്ന വലിയ വിമർശനം പോലീസിന് കേൾക്കേണ്ടി വന്നിരുന്നു. രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് സ്വീകരിക്കുന്നു. ഒരുപക്ഷേ രാഹുലിനൊപ്പം പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പോലും എന്തുകൊണ്ട് രാഹുലിനെ പോലീസ് പിടികൂടുന്നില്ല എന്ന് ചോദ്യം ചോദിക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ വരെ എത്തിയിരുന്നു. പക്ഷേ ആ കേസുകളിലെ പോലെയല്ല ഇവിടെ കൃത്യമായ തെളിവുകൾ, കൃത്യമായ പ്ലാനിംഗ്, അതിനൊടുവിലാണ് ഇപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്ത പാലക്കാട് നിന്ന്. ഷഫീദിലേക്ക് കൂടെ പോകേണ്ടതായിട്ടുണ്ട്. ഷഫീദ്, ഇപ്പോൾ ഈ പരാതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. യുവതി വിദേശത്താണ്, അതുകൊണ്ട് തന്നെ വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് മൊഴിയെടുത്തത്. ഇനി നേരിട്ടുള്ള 164 രേഖപ്പെടുത്തുക, ഇത്തരം പരാതികളിൽ ഏറെ നിർണായകമായ 164 രേഖപ്പെടുത്തുക എന്ന ഘട്ടത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഫെനി നൈനാനുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. ഫെനി നൈനാൻ ഈ കാര്യത്തിൽ ഇടപെട്ടു. പരാതി നൽകരുതെന്ന് ഫെനി വഴി രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു. പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാമെന്ന് ഫെനി പരാതിക്കാരിയോട് പറഞ്ഞു. രാഹുലിന്റെ നിർദ്ദേശപ്രകാരമെന്ന് യുവതി ഇതിൽ മൊഴി നൽകിയിട്ടുണ്ട്. സമയമില്ല, ഫെനിയോട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് വാട്സാപ്പ് ബ്ലോക്ക് ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും ഈ യുവതിയുമായി ബന്ധം സ്ഥാപിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഇനിയുള്ള നടപടികൾ എന്തൊക്കെയാണ് ഷഫീദ്? ഇതുവരെ ഉയർന്ന പരാതികൾ പോലെയല്ല ഈ പരാതി എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇതുവരെയുള്ള പരാതികൾ, അത് ഒന്നാം പരാതിയാണെങ്കിലും രണ്ടാം പരാതിയാണെങ്കിലും, ഒന്നാം പരാതിയിലെ നിർബന്ധിത ഗർഭചിത്രത്തിനടക്കം തെളിവുകൾ കാര്യമായി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ മൂന്നാം പരാതിയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. പരാതിക്കാർ തന്നെ ഇക്കാര്യത്തിൽ തെളിവുകൾ, ശാസ്ത്രീയ തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ രാഹുലുമായി നടത്തുന്ന DNA പരിശോധനയെക്കുറിച്ചിട്ടുള്ള ചാറ്റുകളുടെ വിവരങ്ങൾ, അത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചില ഫോൺ കോളുകൾ, അതടക്കമുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടി തന്നെ ശേഖരിച്ചിട്ടുണ്ട്, അതിജീവി തന്നെ ശേഖരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ മറ്റൊന്ന്, ഈ ഗർഭചിത്ര സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ പെൺകുട്ടിയുമായി സംസാരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളും ഇവരുടെ പക്കൽ ദൃശ്യങ്ങളായിട്ടുണ്ട്. ഇവരുടെ പക്കൽ വാട്സപ്പ് ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. ഇനി മൂന്നാമത്തേതാകട്ടെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ നടത്തിയ ചികിത്സയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുമായി നടത്തിയ നേരിട്ടുള്ള കൂടിക്കാഴ്ചയോടെ ശബ്ദരേഖ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ SIT-യിൽ നിന്ന് നമുക്കൊരു വിവരമായി ലഭിക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ ക്രിസ്റ്റിന സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാഭാവികമായും ഇപ്പോൾ AR ക്യാമ്പിലേക്ക് എത്തിച്ച് രാവിലെ 5:40 കൂടിയാണ് അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇക്കാര്യം അഭിഭാഷകനെ അറിയിച്ചിട്ടുണ്ട്. മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും ഹാജരാക്കുക. പക്ഷേ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിനുള്ളിലേക്ക് തന്നെ ഇന്ന് പോകുമെന്ന തരത്തിലേക്കുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും രാഷ്ട്രീയമായി കൂടി ശ്രദ്ധേയമാണ് ഈ വിഷയം എന്നുള്ളതും ഗൗരവമുള്ളത്. കാരണം ഇതിനോടകം തന്നെ ആദ്യ 2 പരാതികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതി അടക്കം സമീപിച്ച് അറസ്റ്റിലേക്ക് കടക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ തടസ്സപ്പെടുത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം, അതായത് നമുക്കറിയാം, ഈ രണ്ടാം പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് മുൻപ് ഹാജരാകണമെന്നുള്ള ആന്റിസിപ്പേറ്ററി ബെയിലിലെ മാനദണ്ഡങ്ങൾ, അതിലെ ഉപാധികൾ, അതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴും SIT രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തിയിരുന്നില്ല. കാരണം 2 പുതിയ പരാതികൾ വരുമെന്ന് അത് SIT-ക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തേത് നമുക്കറിയാം, ഈ മുഖ്യമന്ത്രി തന്നെ ഒരു ഘട്ടത്തിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, പുതിയ ചില കേസുകൾ, അതായത് ഞെട്ടിപ്പിക്കുന്ന കേസുകൾ അടക്കം വരാൻ സാധ്യതയുണ്ടെന്ന്. ആ രീതിയിൽ 2 പരാതികൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള യുവതി അന്വേഷണ സംഘത്തെയാണ് അവർ സമീപിച്ചത്. ആദ്യം അന്വേഷണ സംഘത്തിന്റെ മെയിൽ വഴി ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചു. ശേഷം അന്വേഷണ സംഘം
ഇവരിൽ നിന്ന് വിവരം തേടി. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ രാത്രിയോടുകൂടി ആ പാലക്കാട്ടെ ഹോട്ടലിലേക്ക് എത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള വിവരം. മാത്രമല്ല ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത് ജി പൂങ്കുഴലിയാണ്. പൂങ്കുഴലി ഈ വിഷയത്തിൽ ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുമായി ഇക്കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. ഒരു തരത്തിലും വിവരം പുറത്തു പോകരുതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകും വരെ ഈ വിഷയത്തിൽ തെളിവുണ്ടെങ്കിൽ ആ തെളിവ് ശേഖരിച്ച് അന്വേഷണം നടത്തുമെന്നും സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയ നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് SIT നീങ്ങിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും ആ പരാതി ഗൗരവമുള്ളതാണ്, ആ പരാതിയിലെ ഉള്ളടക്കം ഗൗരവമുള്ളതാണ്. അതിൽ ആ പെൺകുട്ടി ശേഖരിച്ച തെളിവുകൾ നിർണായകമായി മാറും. അതിൽ പറയുന്ന കാര്യം ലൈംഗിക പീഡന ഗർഭചിത്ര കേസ് തന്നെയാണ്. അതിൽ ഇപ്പോൾ നേരത്തെ അരുൺരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ മൊഴി സ്വാഭാവികമായും അങ്ങനെ തന്നെയാകും. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ആ പെൺകുട്ടി കൈമാറിയിരിക്കുന്ന തെളിവുകളടക്കം ഈ വിഷയത്തിൽ നിർണായകമായി മാറും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.